അങ്ങോട്ട് പോയ ആളെ മുത്തുമണീസ്. അപ്പൊ നമ്മുടെ ലക്ഷദ്വീപിലെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. ഇന്നലത്തെ ദിവസം വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി. അപ്പോൾ ഇന്ന് ഇനി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. അപ്പം ഷോർട്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു. എൻ്റെ ഷോർട്സേ ഇല്ല, കൊണ്ടുവന്ന മൊത്തം പാൻ്റാണ്. അപ്പൊ അണ്ണൻ്റെ എന്തെങ്കിലൊക്കെ എടുത്തു വെക്കും. അണ്ണൻ ഞാൻ ഇന്നലെ ഇട്ട് ഉടുപ്പും കൂടെ ഒന്ന് എടുത്ത് വെക്കും, അതുകൊണ്ട് അതീ കിടക്കുന്നു ആവശ്യം ഉണ്ടെങ്കിലോ. അപ്പോൾ രാവിലെ ഞങ്ങളങ്ങ് ഇന്നലത്തെ ക്ഷീണം കൊണ്ട് നല്ല ഉറങ്ങിപ്പോയി. 8:30 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആൾക്കാർ വന്ന് വിളിച്ചപ്പോഴാണ് എഴുന്നേറ്റ് പെട്ടെന്ന് ജടപടെ ഒരുങ്ങി ഇറങ്ങിയത്. പൊന്നൂസ് മോണ്ടനൊക്കെ കഴിച്ചു, അണ്ണനും കഴിച്ചു, ഞാൻ കഴിച്ചില്ല, ഇനി കഴിക്കണം. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് പോകും. അപ്പം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുത്തുമണീസ്. അതേ നമ്മൾ ഇന്നലെ വൈകുന്നേരം വന്ന അതേ ബീച്ചിൽ തന്നെ വന്നു. ഇനി ഇവിടുന്ന് നമ്മൾ ബോട്ടിലാണ് പോകുന്നത് കേട്ടോ. കണ്ട് അങ്ങനെ നമ്മളെ ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്താണ്ടേ നടന്ന് പോവാം നമുക്ക്. എന്തിനാ കെട്ടിയേക്കുന്നതെന്നറിയാം. മോനോട്ടൊരു മാസ്ക് ഒക്കെ വെച്ച് കൊടുത്തേക്കുവാണ്. ഇനിയിപ്പോൾ പൊടി അങ്ങനെ അടിച്ച് കയറി ചുമയായ അടുത്ത പണിയാവും. അതുകൊണ്ട് മാസ്ക് ഒരു കാരണം വെച്ചാലും മോനോട്ട് ഊരരുത് കേട്ടോ. ആ കാണുന്ന ബോട്ടിലാണ് നമ്മളെല്ലാവരും പോകാൻ പോകുന്നത്. കുറേ ബോട്ടുണ്ട് അല്ല സോറി കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ബോട്ടിൽ കൊള്ളുന്ന അത്രയും ആൾക്കാർ കാണും. ഞാൻ വിചാരിച്ചു ആദ്യം വെയിൽ കൊണ്ടിരിക്കേണ്ട വരുമോ എന്നെനിക്കൊരു പേടിയായിരുന്നു. വെയിൽ കൊണ്ടിരിക്കേണ്ട വരും, അതെന്തൊക്കെ ആയാലും അല്ലേ. നല്ല രസമുണ്ടല്ലേ കാണാൻ. മക്കളെ വലിയ എടുത്തു തരാമേ. ഈ ബാഗിൽ പൊന്നൂസിനെയും മൂന്നൂട്ടനെയും ഡ്രസ്സ്, നമ്മൾ നനഞ്ഞാലിടാനുള്ള ഡ്രസ്സ് അങ്ങനെയൊക്കെ എടുത്ത് വെച്ചേക്കുവാണ്. കരുതൽ വേണമല്ലോ. അതെ. പിന്നെ പൊന്നൂസിന് മൂണ്ടനും കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. പൊന്നു പെതുക്കെ കയറണം കേട്ടോ. ഇതിലല്ലേ, ഇതിലാ കയറണമെന്ന് പറഞ്ഞേ. കയറല്ലെന്നോ, അതിലാണോ? സോറി ഇതിലല്ല കേട്ടോ, നമ്മൾ അതിലാ പോകുന്നത്. ഈസ്റ്റേൺ ജഡ്ഡിയും വെസ്റ്റേൺ ജഡ്ഡി അങ്ങനെ 2 സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഏതിലാണ് നമ്മളിപ്പോൾ അന്ന് നിൽക്കുന്നതെന്ന് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. അപ്പം നമ്മുടെ ലക്ഷദ്വീപിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കറക്റ്റായിട്ടൊന്ന് കൊടുത്തേക്കണേ മുത്തുമണീസ്. അപ്പോൾ ദേ 2 ബോട്ടിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ ബോട്ടിൽ കുറച്ച് പേരും, നമ്മളൊരു വലിയ ബോട്ടിലാണ് പോകുന്നത്. അതിൽ കുറച്ച് ആൾ കൂടുതലുണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസ് അവർ വെച്ചേക്കുന്നത് തന്നെ കൂടുതലും കുറവും ആൾക്കനുസരിച്ചിട്ടാണ് ഫുഡ് വെച്ചേക്കുന്നത്. അപ്പോൾ ബോട്ടിൽ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും സത്യത്തിൽ നടന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വഴിയേ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഒരു ബോട്ടിൽ കയറിയിട്ട് അതിൽ നിന്നും അടുത്ത ബോട്ടിലേക്ക് കയറണം. ശരിക്കും പറഞ്ഞാൽ എന്നേരത്തേക്ക് എനിക്കത് പേടിയായി പോയിട്ട് അതിൻ്റെ നടുക്കൂടെങ്ങാനും പോയാലോ, കഴിഞ്ഞില്ലേ. എനിക്ക് തല ഇറങ്ങി പോയി. സ്നോർക്കലിംഗ് ചെയ്യാനുള്ള ആ ഒരു സ്ഥലം എവിടെയാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവരെപ്പോഴും പോകുന്നവരല്ലേ. ആ സ്ഥലത്തോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നാൽ മാത്രമേ ആ കൃത്യമായിട്ടുള്ള മീനുകളെ കാണാൻ പറ്റൂ. ഇത് ഈ കഴിക്കുന്ന മീനുകളല്ല, ഈ അലങ്കാര മത്സ്യങ്ങളാണ്, നമ്മൾ അക്വറിയത്തിലൊക്കെ ഇടുന്ന മീനുകൾ. ഈ കടലിൽ മീൻ പിടുത്തമില്ല. കാരണം വെച്ചാൽ ഇവിടെ കഴിക്കുന്ന മീനുകളില്ല. അപ്പുറത്തെ കടലിൽ, നീലക്കടലിലാണ് മീൻ പിടിക്കുന്നത്, കഴിക്കുന്ന മീനുകളെയൊക്കെ കിട്ടുന്നത്. അപ്പോൾ കടലിൻ്റെ അടിത്തട്ട് നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ട്. വെള്ള മണൽ കേട്ടോ. വീഡിയോയിൽ എത്രയും ഭംഗി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല മുത്തുമണീസ്, പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ നല്ല രസമാണ്. പിന്നെ എനിക്ക് കാണാൻ പറ്റിയത് വീഡിയോയിലൂടെ നിങ്ങളെ എനിക്ക് കാണാൻ പറ്റും. പിന്നെ എന്നും ഇതൊരു ഓർമ്മയായിട്ട് കിടക്കും. അപ്പുറത്ത് നെറ്റ് കിട്ടില്ല.
ഇവൻ പറയുന്നു. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വന്ന അതേ ഫ്ലൈറ്റ് ഇതേ അവിടെ വന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ പൊന്നൂസിനും മോനോടനും വിശക്കുന്നുണ്ടായിരുന്നു. ഞാൻ ക്രാജാക്കിന് ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ ബേക്കറി വല്ലതും ഉണ്ടോ എന്ന് തപ്പി നോക്കി. അങ്ങനെ ബേക്കറി എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് കടയുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഷെൽഫെല്ലാം കാലിയായിരുന്നു. അവിടെ അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 3 ആഴ്ചയായി ഇവിടെ കപ്പൽ വന്നിട്ട്. കപ്പലിലാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ കടകളിലൊന്നും സാധനങ്ങളില്ല. ഒരു കടയിലും മിനറൽ വാട്ടറോ ഒന്നും കിട്ടാനില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവരുടെ കാര്യം കഷ്ടമാണ്. ഈ കപ്പൽ വന്ന് ഇറങ്ങിയാലേ അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. പിന്നെ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇവർക്കിവിടെ സ്വർഗ്ഗമാണ് കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മത്സരങ്ങളില്ല. വലിയ വീട് വെക്കണം അല്ലെങ്കിൽ വലിയ ആളാവണം, എങ്ങനെ മത്സരങ്ങളൊന്നുമില്ല. എല്ലാവരെയും ഈ നാട്ടിലാകെ കുറച്ച് പേരേ ഉള്ളൂ. അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമാണ് എല്ലാവരും തമ്മിൽ. അപ്പോൾ നമ്മൾ 2 ബോട്ടും ഈ സ്നോർക്കലിംഗ് ചെയ്യാനുള്ള സ്പേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മറ്റേ ബോട്ട് ചെറിയ ബോട്ടായതുകൊണ്ട് പെട്ടെന്ന് നിന്നു. അതിൽ 3-4 പേരെ ഇറക്കിയിട്ടുമുണ്ട്. അപ്പം നമ്മുടെ ബോട്ട് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ ദേ ആ പയ്യന്മാരൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അണ്ണനാണ് ആദ്യം ഇറങ്ങാൻ പോയത്. നമ്മുടെ ബോട്ടിൽ നിന്ന് അണ്ണനും വേറെ ഒരു പയ്യനും മാത്രമേ ഇറങ്ങിയിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസും മോനൂട്ടനും ഇങ്ങനെ നടന്ന് കാണുമായിരുന്നു. പൊന്നൂസിന് ഒരു പേടിയില്ല കേട്ടോ. പൊന്നൂസിന് ഇറങ്ങണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ എനിക്കും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടു. അണ്ണനും ഞാനും ഒരുങ്ങി. ആദ്യമേ ആര് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ബോട്ടിൽ കുറേ പേരൊക്കെ പറയും 3-4 പേര് പോയിട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. കാരണം അവർ പോയിട്ട് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് വന്ന് പറഞ്ഞിട്ട് ഭയമൊക്കെ മാറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ബോട്ടിൽ എല്ലാവരും ചെയ്യുന്നത്. പിന്നെ വെറുതെ നിന്ന് സമയം കളയണ്ടെന്ന് കരുതി ഞാനും അണ്ണനും പറഞ്ഞു ശരി ഞങ്ങൾ തന്നെ ആദ്യം ഇറങ്ങാമേ. അണ്ണേ ടാറ്റാ, ധൈര്യമായിട്ട് ചാടിക്കോ, പേടിക്കണ്ട. അണ്ണൻ ചാടിക്കോ. പൊക്ക അണ്ണന് പേടി. പേടിക്കില്ല, നോക്ക് കാഴ്ചയാണ്. മനുഷ്യ ഇവരൊക്കെ സ്ഥിരമായിട്ട് കടലിൽ തന്നെ ഉള്ള ആൾക്കാരായതുകൊണ്ടും കുഞ്ഞിലേ അവർ നല്ല നീന്തൽ പഠിച്ചിട്ടുള്ളവർക്കും അവർക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പക്ഷെ നമ്മളെപ്പോലല്ല, സാധാരണ ഈ ആറ്റിൽ ചെറുതായിട്ട് നീന്തിയിട്ടുള്ള പരിചയമുള്ളായിരുന്നു. അതുകൊണ്ട് ആദ്യം ചാടിയപ്പോൾ അണ്ണന് പേടിയായിരുന്നു. കാരണം ആഴമുണ്ട്, നമുക്ക് ആ കടലിന് അടിത്തട്ട് കാണാൻ പറ്റുമെങ്കിലും ആഴമുണ്ട് ഇറങ്ങിയപ്പോൾ. പിന്നെ ഞാനായിരുന്നു മാസ്ക് ഒക്കെ വെച്ച് ഞാൻ ഭയങ്കര ധൈര്യത്തിലാണ് ഇറങ്ങിയത്. കടലിനടിയൊക്കെ കാണാം, കടലിനടിയിൽ വലിയ സ്രാവോ മത്സ്യങ്ങളൊന്നുമില്ല, എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ ആഴം എനിക്ക് തോന്നിയില്ല, കണ്ണുകൊണ്ട് കണ്ടപ്പോൾ എനിക്ക് ആഴം തോന്നിയില്ല, മണ്ണ് കാണാമല്ലോ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കാനൊക്കെ പറ്റും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ വിചാരങ്ങളെല്ലാം പാളിപ്പോയി. ഞാൻ ചാടിയപ്പോൾ എനിക്ക് വെപ്രാളമായിപ്പോയി കേട്ടോ. വെപ്രാളം എന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നില്ല, എന്നെക്കാളും ഞാൻ മുങ്ങിപ്പോവാണ്. പിന്നെ ജാക്കറ്റ് ലൂസായിരുന്നു, അപ്പോൾ അത് എൻ്റെ തലയിൽ കൂടി മേളിലേക്ക് വന്നു. പിന്നെ ആ ഇക്കാണെങ്കിൽ അത് മുറുക്കി തരാൻ ശ്രമിച്ചു, എങ്കിലും അങ്ങോട്ട് പറ്റിയില്ല. അപ്പോഴത്തേക്ക് എനിക്ക് വെപ്രാളമായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് മേളിൽ കയറിയേ പറ്റുമെന്ന് പറഞ്ഞു. ആ പെട്ടെന്ന് ഞാൻ ആലോചിച്ചു, എനിക്ക് 2 മക്കളുണ്ടല്ലോ, പഠിച്ചവനേ എൻ്റെ കുഞ്ഞുങ്ങൾ അനാഥരാകുമല്ലോ എന്നൊക്കെ പല ചിന്തകൾ വന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് മേളിൽ പോകണം ഇക്കാന്ന് പറഞ്ഞു. അങ്ങനെ ടയറിലൊക്കെ പിടിച്ചു. അങ്ങനെ മേളിൽ നിന്നും 2 പേര് പിടിച്ച് എന്നെ വലിച്ച് മേളിലേക്ക് കയറ്റി. എനിക്ക് അത്രമാത്രമേ ഓർമ്മയുള്ളൂ. ഒരു 5 മിനിറ്റ് എൻ്റെ കണ്ണിലൊക്കെ ഇരുട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ ആദ്യം കാണുന്ന പോലല്ല, കടലിന് അടിത്തട്ട് കാണുന്നെങ്കിലും നല്ല ആഴമുണ്ട്. ഇവരൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും സിമ്പിളാണെന്ന് കേട്ടോ. അല്ല കേട്ടോ, അവർ നല്ലപോലെ നീന്തി എക്സ്പീരിയൻസ് ഉള്ളവരായതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷെ നമ്മളെപ്പോലെ ഒന്നും അറിയാതെ ആ സിമ്പിളാണെന്ന് പറഞ്ഞ് ചാടിയാതാ ഇങ്ങനെ ഇരിക്കും. അവസാനം ദേ എൻ്റെ ഒരു കോല. അണ്ണൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും അണ്ണൻ ഈ ബോട്ടിൽ നിന്ന് അപ്പുറത്തെ ബോട്ട് വരെ സ്വിം ചെയ്ത് പോയി എല്ലാ സാധനങ്ങളും ഒക്കെ കാണുകയും എടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ട് അണ്ണൻ എന്നെ ഇരുന്ന് കളിയാക്കുമായിരുന്നു. ഞാൻ ചാടിയപ്പോൾ എന്തൊക്കെ
സന്തോഷം. ആ അണ്ണ ഇറങ്ങിയപ്പോ ഞാൻ എന്തുവായിരുന്നു, എന്ത് പേടിയാ അണ്ണേ, എനിക്ക് അപ്രാളമായി പോയി. അത് കഴിഞ്ഞ് നമ്മളിതേ ബീച്ചിൽ തിരിച്ച് വന്നു. ഉച്ചയായില്ലേ, വല്ലതൊക്കെ കഴിക്കണ്ടേ, 2:30 മണിയായി സമയം. അപ്പോൾ ഫിഷ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇവിടെ കൂടുതൽ കിട്ടുന്ന മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂര ഉണ്ടല്ലോ, ചൂര മീനാണ് കിട്ടുന്നത്. പിന്നെ നല്ല നമ്മുടെ നാട്ടിലെ പോലെ അത്ര രുചിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. പക്ഷേ ചിലപ്പോൾ അത് ഫ്രഷ് മീനായതുകൊണ്ടായിരിക്കും രുചി തോന്നാത്തതെന്നായിരിക്കാം. പക്ഷേ രുചിയായിട്ട് എനിക്ക് തോന്നിയില്ല. ചൂരയാണ് കൂടുതലും. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ നമുക്ക് തരുന്ന കറിയും ചൂരക്കറിയാണ് കേട്ടോ. അപ്പോഴാണ് ഇവിടെ പറയുന്നത് കൂടുതൽ കിട്ടുന്ന മീൻ ചൂരയാണെന്ന്. അത് കഴിഞ്ഞതേ ഇവിടെ തന്നെ സ്നോർക്കലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നമ്മളെ കൈ പിടിച്ച് നീന്തിക്കൊണ്ട് പോയി സ്നോർക്കലിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി. എൻ്റെ പൊന്നൂസും മോനൂടനും ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി. വെള്ളത്തിൽ കളിക്കാൻ ഇതുപോലെ ഇഷ്ടമുള്ള 2 കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനങ്ങ് അഴിച്ചു വിട്ടേക്കുമായിരുന്നു. കാരണം എനിക്ക് പേടിക്കാനൊന്നുമില്ല, നമുക്ക് കടലിയൊന്നും വരില്ല, കടൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അങ്ങനെ ഞാൻ ഈ 2 അനിയന്മാരുടെ കൂടെ ഭയങ്കരമായിട്ട് ഹാപ്പിയായിട്ട് 2 വട്ടം പോയി സ്നോർക്കലിംഗ് ചെയ്തെല്ലാം കണ്ടു. രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പക്ഷെ ഫോണിന് കവർ ഉണ്ടായിരുന്നെങ്കിൽ അടിയിലൊക്കെ കൊണ്ട് കാണിക്കായിരുന്നു. നല്ല രസമായിരുന്നു. അത് പേടിയില്ലേ, പൈസ പോകുന്നില്ലേ, രസം കാണണമെങ്കിൽ അത് അവിടെ തന്നെ വേണമായിരുന്നല്ലേ. പക്ഷെ എന്തായാലും കൊള്ളാം. ഇനി മോനുണ്ടനെ കൊണ്ട് വാങ്ങുന്ന ഒരു ആഗ്രഹം മുത്തുമണീസ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നേ. കടലിനടിയിൽ ഞാൻ നമ്മളെ ഇങ്ങനെ നീന്തി പോകുന്ന സമയത്ത് ഇതിനകത്ത് കാല് വെക്കുമ്പോഴാണ് വേദന വന്നത്. അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒടിച്ചെടുത്തിയാണ് കേട്ടോ. ഇവിടെ എല്ലാവരും എടുത്തോണ്ട് വന്നു. പക്ഷേ ഇത് നമുക്ക് എയർപോർട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. ചുമ്മാ ഇവിടെ വെച്ച് കാണാനേ പറ്റും. തിരിച്ച് കടലിൽ തന്നെ ഇട്ടിട്ട് പോകേണ്ടി വരും. കാരണം എയർപോർട്ടിൽ നിന്ന് നമ്മുടെ ബാഗിൽ ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നല്ല രസമുണ്ടല്ലോ, എന്തൊരു കട്ടിയാണെന്ന് നോക്ക്. അയ്യോ, ഗ്ലാസ് പോലെ കേട്ടോ മുറിയും. ഇതിന് നമ്മുടെ മീനിൻ്റെ സ്മെല്ലും ഉണ്ട്. കാണാൻ രസമുണ്ടല്ലേ. കടലിൽ ഇട്ടേക്കാം. അവിടെ ഇടയ്ക്ക് കേട്ടോ ഓടിപ്പോയി. മക്കൾക്ക് എന്തോ വേണം, സമൂസ വേണോ അതോ നേരെ 3-4 മണിക്കൂർ അങ്ങനെ കടലിൽ കിടന്ന് കാളിയും ബഹളവും കാരണം മുഖം മൊത്തം ചുമന്നായിട്ടുണ്ട്. പൊന്നൂസിൻ്റെ മുഖവും മോനുകുട്ടൻ്റെ മുഖവും നോക്കിയേ. ഇതിന് മാറാൻ നാട്ടിൽ ചെന്ന് ഒരാഴ്ച പിടിക്കും കേട്ടോ. അങ്ങനെ വൈകുന്നേരം ഞങ്ങളൊന്ന് പുറത്തു പോയി. അപ്പോൾ ഒരു ഇക്കയുടെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇക്ക ആണ് ഞങ്ങളുടെ അടുത്ത് ആ നാട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. ഇവിടെ റേഷനായിട്ടാണ് നമുക്ക് പെട്രോളൊക്കെ കിട്ടുന്നത്. പെട്രോൾ പമ്പ് ഇല്ലല്ലോ. അങ്ങനെ മൊത്തം 20 വണ്ടികളെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഓട്ടോ ഒക്കെ ഓടാൻ വേണ്ടിയിട്ട് വണ്ടിയുള്ള വീട്ടിലത്തേക്ക് ഒരു റേഷൻ കാർഡ് ഉണ്ട്. അത് കാണിച്ചിട്ട് സൊസൈറ്റിയിൽ നിന്നാണ് ഇവർ പെട്രോൾ മേടിക്കുന്നത്. 240 രൂപയെങ്ങാണ്ടാണ് പെട്രോളിന് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇക്ക ഞങ്ങളെ ഒരു ബേക്കറി കൊണ്ടുപോയി. കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ച് വെക്കാം. നമ്മൾ ബോട്ടിലൊക്കെ പോകുന്ന സമയത്ത് എന്തെങ്കിലും പലഹാരം കയ്യിലുള്ളത് നല്ലതല്ലേ, കൃത്യസമയത്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ആ ബേക്കറി വന്നപ്പോഴത്തേക്കും എല്ലാ ഷെൽഫും മിക്കതും കാലിയാണ്. നേരത്തെ ഇരുന്ന കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. അതിൽ കുറച്ചൊക്കെ ഡേറ്റ് കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പം അവരും പറയുന്നത് ഇത് തന്നെയാണ്. 3 ആഴ്ചയായി ഇവിടെ കപ്പൽ വന്നിട്ട്. കപ്പലിലാണ് ഈ സാധനങ്ങളൊക്കെ വരുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പം കഷ്ടം തോന്നും. കാരണം നമ്മൾക്ക് ഒന്ന് നോക്കിയാൽ മുക്കിന് 10,000 കടകളാണ്. അപ്പോൾ പിന്നെ പൊന്നൂസിന് മോണ്ടന് മിച്ചർ അങ്ങനെ 1-2 സാധനങ്ങൾ നോക്കി വാങ്ങിച്ചു. പിന്നെ അതൊരു ഷവായിയാണ് കേട്ടോ, ഹാഫ് ഷവായിയാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ പൊറോട്ടയും ഫോട്ടോ ഇക്കായി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. ഇക്ക അങ്ങ് വിശേഷങ്ങൾ ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇക്ക കല്യാണം കഴിച്ചത് മലപ്പുറത്തു നിന്നാണ്. പിന്നെ വൈഫ് അങ്ങോട്ട് പോയിട്ടേ ഇല്ല, ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വെസ്റ്റേൺ ജഡ്ഡിയിലോട്ട് വന്നു. അവിടെ കുറേ ഇക്കാമാരിങ്ങനെ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു മീൻ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ കുറേ നേരം നിന്നു കേട്ടോ. ജീവനുണ്ടോ? ഇതാണ്
കണവ ഞാൻ ജീവനുള്ള കണവ. ആദ്യമായിട്ടാ കാണുന്നത് കണവ ജീവനുള്ള. ജീവിതത്തിൽ കണ്ടില്ലല്ലേ? അല്ല അതൊക്കെ പിടിച്ചിങ്ങനെ വരുമ്പോഴേ സമയം എടുക്കുമല്ലോ. നമ്മള് ഫ്രഷ് മീനെ കണ്ടു. നമ്മൾ ആറ്റിലെയും തോട്ടിലെയും മീനെ കണ്ടിട്ടുണ്ടെങ്കിലേ കടൽ മീനെ നമ്മൾ ആദ്യമായിട്ടാ ഫ്രഷിനെ കാണും. വീട്ടിൽ കൊണ്ടുപോകാനല്ലേ അമ്മ പിടിക്കുന്നേ? വീട്ടിൽ ഇങ്ങനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ഈ കടലിനടുത്തുള്ള വലിയ ചൂണ്ടലിട്ടിട്ട് വിട്ട വലിയ മീൻ ഇതിന് തന്നെ കൊരുത്തിട്ടിട്ട് വലിയ മീൻ പിടിക്കും. അത് മീനൊക്കെ വേണ്ടി പിടിക്കുന്നത്. കണവയാണോ? കണവേ ഏറ്റവും കൂടുതൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കണവേ ഏറ്റവും കൂടുതൽ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. സ്ഥലം മാറ്റേ. പുതിയ കുഞ്ഞിത് കണ്ട കുഞ്ഞിത് ഒന്ന് എടുത്ത് കാണിച്ചേക്കണം. ഇത് നമ്മൾ പൊരിച്ച് അടിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കണവത്തോരൻ. നമ്മളിത് താമസിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരു വീട്ടിൽ ആട്ടിൻകുട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ പൊന്നൂസ് മോണ്ടന് എപ്പോഴും സമയം കിട്ടി അവിടെ പോയി ആട്ടിൻകുട്ടി എടുക്കലും അവിടെ തിത്തായിട്ട് സംസാരിക്കലുമാണ്. നമ്മളിപ്പോൾ സ്കൂബ ചെയ്യാൻ പോകാൻ നിൽക്കുക. അന്നേരവും അവർ കാണുന്നില്ല. വാ 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 നമുക്ക് പോവാ. അച്ചോ ഇപ്പോൾ പെശവിച്ച ആട്ടിൻകുട്ടിയാണ്. അതുകൊണ്ട് അതിൻ്റെ അമ്മ കരയുന്നു. ബാ ബാ ഈ തൊപ്പി വെക്കേ. തൊപ്പി വൈകിട്ട് വരാം. വാ വൈകിട്ട് വരാം. കുഞ്ഞു വാവയാ. വാ വാ മോനൂട്ടാ, ഇനി വൈകിട്ട് വന്ന് കളിക്കാമേ. ഇത് വെച്ചോ. ബാ ബാ പോവാം. ചാച്ച പറ ആടിന്. ദേ വണ്ടി വന്ന് കിടക്കും നമുക്ക് പോവാൻ വേണ്ടിയിട്ട്. ആനിമൽസിനെ ഭയങ്കര ഇഷ്ടമാണ്. ആട്ടിൻകുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഇവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മളിതേ സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ജസ്റ്റ് നമുക്ക് പറഞ്ഞു തരും. ഇതിൻ്റെ ബേസായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണ്ടേ, അല്ലെങ്കിൽ കടലിനടിയിൽ പോയിട്ട് കിടന്ന് വെപ്രാളം കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ബേസായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വിളിച്ചു. അപ്പം ഞാൻ മാത്രമേ ഇറങ്ങുന്നുള്ളൂ കേട്ടോ. ഓക്സിജൻ സിലിണ്ടറൊക്കെ ഇരിക്കുകയാണ്. അണ്ണന് ചെറിയൊരു മൂക്കടപ്പ് ഇന്നലെ സ്നോർക്കലിംഗ് ചെയ്തതിൻ്റെ ഒരു മൂക്കടപ്പും ചെവിയിൽ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അണ്ണൻ ഇറങ്ങുന്നില്ല. അണ്ണൻ പറഞ്ഞു നീ ഇറങ്ങിക്കോ, നിൻ്റെ ആഗ്രഹമല്ലേ, നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. പിന്നെ പൊന്നൂസിനെയും മോനോട്ടനെയും കാര്യം ഞാൻ പറഞ്ഞു. പൊന്നൂസ് ചെറുതായിട്ട് സിമ്മ് ചെയ്യുന്നുണ്ട്, അവളെ ഇറക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ വേറെ കുഞ്ഞുങ്ങളെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇവരെ ഒരു ആഴത്തിലങ്ങ് കൊണ്ടുപോയില്ല. നമ്മൾ സ്നോർക്കലിംഗ് ചെയ്ത പോലെ മേളിൽ ഒന്ന് കിടന്ന് കാണിച്ചു കൊടുക്കത്തേ ഉള്ളൂ, താഴേക്ക് കൊണ്ടുപോകില്ല. അങ്ങനെ അവിടെയും ബോട്ടാണ് കേട്ടോ. ബോട്ടിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്ത് നിൽക്കുവാണ്. വാ 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 മക്കളെ ടിൻഡടി മുന്നോട്ടോ. വായിലൊക്കെ മണ്ണ്. സ്കൂബ ഡൈവിങ്ങിന് പോവാണ് കേട്ടോ. സ്കൂബ ഡൈവ് ഇല്ല, സ്കൂബ ഡൈവിന് പോയിട്ട് വരാം. അവർക്ക് ഒരു പോയിൻ്റ് ഉണ്ട്. കടലിൻ്റെ ഇത്ര മൈൽ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്ക് സ്കൂബ ചെയ്യാനുള്ള സ്ഥലം. അവർ സ്ഥിരമായിട്ട് പോകുന്നതല്ലേ. അങ്ങനെ ആ സ്ഥലത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ കടലിൽ നിന്ന് ഒരുപാട് അങ്ങ് ഉള്ളിലോട്ട് വന്ന പോലെയും തോന്നി കേട്ടോ. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് അടിയിൽ നോക്കുമ്പോൾ മണ്ണ് കാണാവുന്നതുകൊണ്ട് പേടിയില്ല, പക്ഷേ ഇറങ്ങുമ്പോഴാണ് പേടി. പിന്നെ ഞാൻ വിചാരിച്ചു ചില ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കണ്ട, 2 ദിവസത്തെ വീഡിയോ അല്ലേ, ഒരു ലോങ് ആക്കണ്ട, ഷോർട്ടായിട്ട് ഇടാം, കുറച്ചങ്ങ് കട്ട് ചെയ്ത് കളയാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അണ്ണൻ സമ്മതിച്ചില്ല. അണ്ണൻ പറഞ്ഞു നമുക്ക് നാളെയും ഇതൊരു ഓർമ്മയാണ്, വീഡിയോ ഓടിയാലും ഇല്ലെങ്കിലും അത് നീ പോസ്റ്റ് ചെയ്യുന്നതാണ് നല്ലതെന്ന്. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം കേട്ടോ. അപ്പം ഞാൻ ദേ സ്കൂബ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്.
ഓക്കേ ആ ഓക്കേ നീ ആ ഷാള് കറിക്കാ താഴോട്ടെ ഇത് ആരെങ്കിലും സിൽവറിൽ കാണിച്ചാൽ മതി കേട്ടോ. വായി വെള്ളം കയറി അത് നിൽക്കുക കേട്ടോ. ഡിസെൻഡ് ചെയ്യാം താഴോട്ട് വെച്ചു. കിട്ടുന്നുണ്ടോ? വീഡിയോ ഉണ്ടെങ്കിൽ സാരില്ല പേടിയുണ്ടോ? ഒന്നും പേടിക്കണ്ട, കുറച്ച് കഴിയുമ്പോ തീരും. അവ അടിയിൽ പോയി മീനെ കാണാം. പോയിട്ട് വരൂ. ഓക്കെ അല്ലേ? ഓക്കെ 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 ഇങ്ങനെ ഇങ്ങനെ ഇന്നലെ പോയില്ല തോന്നുന്നു വായി വെള്ളം. അറിയോ അല്ല, നമ്മൾക്ക് ഒരു പരിചയത്തിലുള്ള ഒരാളുണ്ട്. ഇന്നലെ വന്നായിരുന്നു അവർ കാണാൻ. അതാ ചോദിക്കുന്നത്. അവിടെ മെഡിക്കൽ സ്റ്റോറാണ് നടത്തുക അവർ. ഒരു അമ്മയുടെ വീടിൻ്റെ തൊട്ട് അയൽവാസിയാണ്. ഇത് ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് കേറി ഭയങ്കര വേദന. ആണോ? വേദനയാ? ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരി ഇറങ്ങിയാൽ നമ്മൾ ഇറങ്ങൂല. സമ്മതി ഇറങ്ങി ചെവി വേദന അല്ലാണ്ട് ഓക്കെ ആയിരുന്നു, ബ്രീത്ത് ഒക്കെ ഓക്കെ ആയിരുന്നു. അന്ന് ഫ്ലൈറ്റിൽ വന്നിട്ട് ചെവി വേദന ഇല്ലായിരുന്നോ? വേദന ഇല്ല, ഒരാളുണ്ടായിരുന്നു. അല്ല കടുവയല്ല, പുലി എന്തായിരുന്നു, ടിബിക്കല. ഞാനില്ലേ ഞാൻ 1 2 3 4 5 6 7 8 9 10 10 പച്ചമീനായിട്ട് പോലെ ഒരാൾ ഉണക്കമീനായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താണ് അവസ്ഥ? അങ്ങോട്ട് പോയ ആളെ പൊന്നൂസിനെ ഇറക്കിയപ്പോൾ തൊട്ട് മൂന്നുകൂട്ടൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി കേട്ടോ. അപ്പോഴത്തേക്കും അണ്ണൻ പറഞ്ഞു, മൂന്നൂട്ടാ നിനക്ക് പൊടിയടിച്ചാൽ ശരിയാവില്ല, നീ അതുപോലെ പേടിക്കും, ശ്വാസം മുട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂന്നുകൂട്ടൻ കരച്ചിലോട് കരച്ചിൽ. അപ്പം ഞാൻ അണ്ണനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. അണ്ണേ പോട്ടെ, നമ്മളിപ്പോൾ വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ അവൻ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കും, നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സമാധാനം മുഴുവൻ കളയും. അതിലും നല്ലത് അവനെ ഒന്ന് ജസ്റ്റ് കടലിൽ ഇറക്കുന്നതല്ലേ. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു മൂന്നൂട്ടനെ ഒന്ന് ഇറക്കാമെന്ന്. പൊന്നൂസിനെ ആയാലും നമ്മൾ സ്നോർക്കലിങ് ചെയ്ത പോലെ ചുമ്മാ ഒന്ന് മേളിൽ നിന്ന് താഴോട്ട് കാണിച്ചു കൊടുക്കത്തേ ഉള്ളൂ. നമ്മളെ പോയതുപോലെ അവരെ അടിയിലേക്ക് കൊണ്ടുപോകില്ല കേട്ടോ. അപ്പോൾ
എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ചെവിവേദനയായിരുന്നു. പ്രഷർ ഇങ്ങനെ കളയാൻ നമ്മൾ മൂക്കിലൂടെ ശ്രമിച്ചാലും ആ ടൈമിൽ നമ്മളതൊന്നും മൈൻഡിലോട്ട് എടുക്കത്തില്ല. അതാണ് കാര്യം. അങ്ങനെ ലാസ്റ്റ് ഇതേ മോൻകുട്ടനെ ഒന്ന് ജസ്റ്റ് ഇറക്കുകയാണ്. ജസ്റ്റ് അങ്ങോട്ട് ഇറക്കി നമ്മൾ ഓക്സിജൻ മാസ്കൊക്കെ അങ്ങോട്ട് കൊടുത്ത് മോനൂട്ടൻ ഇറങ്ങി ഒന്ന് നമ്മുടെ ബോട്ടിൻ്റെ അവിടെ നിന്നൊരു ഒരു ഇച്ചിരി അങ്ങോട്ട് മീറ്റർ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും മോനൂട്ടൻ കരയാൻ തുടങ്ങി കേട്ടോ. ബോട്ട് പോകുന്നെന്ന് പറഞ്ഞു. കാരണം ഈ അല തല്ലുന്ന ഇത് കണ്ടിട്ട് മോനൂട്ടൻ പെട്ടെന്ന് വിചാരിച്ചു ബോട്ട് അങ്ങ് ദൂരോട്ട് പോകുകയാണെന്ന് പറഞ്ഞ് മോനൂട്ടൻ അങ്ങോട്ട് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അനിയൻ പെട്ടെന്ന് മതിയോ എന്ന് ചോദിച്ചു. മോനൂട്ടൻ മതിയെന്ന് പറഞ്ഞു. മതിയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് ബോട്ടിൽ അതുപോലെ പോയ സ്പീഡിൽ തന്നെ മോനൂട്ടനെ കൊണ്ടുവന്ന് ഇറക്കി. അപ്പോഴത്തേക്കും മോനൂട്ടനെ കരച്ചിലും മാറി. അല്ലെങ്കിൽ നമ്മൾ എത്ര പറഞ്ഞാലും മോനൂട്ടൻ കേൾക്കൂലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ വിജയശ്രീ ലാളിതനെ അത് തന്നെ നരേന്ദ്ര ബാഹുബലി അന്ന കാലിട്ട് എന്റെ കൊച്ചങ്ങനെ കടന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ? സൂപ്പർ ആയിരുന്നോ? ചെവിയൊക്കെ അടഞ്ഞോ? ചെവി അടഞ്ഞോ? വേദന എടുത്തില്ലേ? ഇല്ലായിരുന്നോ? ഇതുവരെ മാറിയില്ല. വേദന ഇപ്പോഴും ഉണ്ട്. നീ അവര് പറയുന്നത് നീ കേട്ടില്ല, അതാ കാര്യം. അവര് പറഞ്ഞ അതെന്താ ഇങ്ങനെ എടുക്കാൻ പറയാം. പക്ഷെ അവിടെ ചെല്ലുമ്പോ അത്രയും ശക്തി പ്രയോഗിക്കാൻ പറ്റിയില്ല. മക്കളെ കഴിഞ്ഞ് തളർന്ന് കേട്ടോ. ഇവരെല്ലാരും ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ചുമ്മാ 4 പേര് ചെയ്തു. അത് 3 പേരും മടിച്ചവിടെ കിടന്ന് ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വന്നു. ബോധമില്ലാതെ കിടന്നു. ലാസ്റ്റായിട്ട് കയാക്കിനായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെവി വേദനയൊക്കെ കാരണം ഞാൻ കയറിയില്ല. ഞാൻ അവിടെ കരയിലിരുന്ന് വീഡിയോ എടുക്കുന്ന ഇതിലായി. ഞാൻ പറഞ്ഞു അണ്ണൻ പോയിട്ടു. അതുമല്ല ഇനിയും വെയിൽ കൊണ്ട് എനിക്ക് ഒരു പരുവാവാൻ വയ്യ. അതുകൊണ്ട് ഈ അണ്ണനും മോനുക്കുട്ടനും ആദ്യത്തെ ബോട്ടിൽ കയാക്കിങ്ങിന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് പൊന്നൂസിനും കയറണമല്ലോ, പൊന്നൂസിനെയും കയറ്റണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിലെ ഒരു ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു പൊന്നൂസിനെയും കൊണ്ട് പോകുമെന്ന്. കാരണം ഒരു ബോട്ടിൽ ഒരാളെ ഇരുത്തു, കുഞ്ഞാണെങ്കിൽ കുഞ്ഞിനെ കൂടെ ഇരുത്തും. അപ്പോൾ പിന്നെ അവൾ പറഞ്ഞു അതിനെന്താ നമുക്ക് രണ്ടും ഒരുമിച്ച് പോകാം പൊന്നൂസിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പൊന്നൂസും ആ ഫ്രണ്ടോടെ ദേ പോയിട്ട് വന്നു. അവളും ഹാപ്പി, ഞാൻ അവിടെ ഇരുന്ന് ഞാനും ഹാപ്പി. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞ് ചായക്കടയുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. മീൻ കട്ട്ലറ്റ് ഉണ്ടായിരുന്നു, മീൻ റോൾ ഉണ്ടായിരുന്നു, പിന്നെ ഇലയപ്പം ഉണ്ടായിരുന്നു. ഇലയപ്പത്തിൽ ഒരുപാട് തേങ്ങയുണ്ട്, പക്ഷേ ശർക്കര വളരെ കുറച്ചായിരുന്നു. ഇതുപോലെ ബോട്ട് വരാത്തതുകൊണ്ട് സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സ്കൂൾ വിട്ടിങ്ങനെ സൈക്കിളിൽ പോയത്. അപ്പം എന്നെ കണ്ട ഉടനെ സൈക്കിളൊക്കെ നിർത്തിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓടി വന്നു. കളറൊക്കെ മാറി ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. കിടക്കാൻ പറ്റുന്ന എല്ലാവരോടും പറഞ്ഞു ബാ ചായ കുടിക്കാൻ. ഒരു മടിയില്ലാതെ എല്ലാവരും വന്ന് ചായ കുടിക്കാൻ കയറി കേട്ടോ. എന്നിട്ട് എല്ലാവരുടെയും പേരും വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അപ്പോഴും ഞാൻ പറയുകയാണ്, ഞാനങ്ങ് കറുത്ത് കരിവാളി ചെന്നപ്പോൾ പറഞ്ഞാൽ ഇത്തേന് നാട്ടിൽ പോയി 2-3 ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറും കേട്ടോ, ഇവിടുത്തെ വെയിൽ ശീലമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാനങ്ങ് ഉരുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, 3 കിലോ വെച്ച്. ഇവിടെ വന്ന് ഭയങ്കര തീറ്റയായിരുന്നു ഞാൻ. അങ്ങനെ അവർക്ക് ചായ, അതുപോലെ നമ്മുടെ മീനിൻ്റെ സംഭവങ്ങളാണ് ഇവിടെ എല്ലാം കേട്ടോ. മീനിൻ്റെ റോള്, പിന്നെ ഇലയപ്പം, പിന്നെ ഫിഷ് കട്ട്ലറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ പാൽപ്പൊടി ചായയാണ്, പക്ഷെ അവർക്ക് അത് ശീലമാണ്, ജനിച്ചപ്പോഴേ ഉള്ള ശീലമാണ് കേട്ടോ. നമുക്കാണത് ഒരു ഇത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മളിതേ ഗ്ലാസ് ബോട്ടിൽ കൽപ്പിറ്റിയിൽ പോവാണ് കേട്ടോ.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. പൊന്നൂസിൻ്റെ കാത് ചെറുതായിട്ടൊന്ന് താങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബ്ലഡ് വന്നു. അണ്ണൻ അത് ടിഷ്യൂ ഒക്കെ വെച്ച് തുടക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ദേ ബോട്ട് വന്നു. 3 ബോട്ടിലായിട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു വണ്ടിയൊക്കെ വിളിച്ച് പോവാം. പക്ഷേ ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഒറ്റയ്ക്കൊരു ബോട്ട് വിളിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ദേ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ആയിട്ട് ഒരു ബോട്ടിൽ ഇങ്ങനെ കയറി. അപ്പോൾ പൊന്നൂസിന് നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. അവരുമായി ആ കുഞ്ഞുമായിട്ട് പൊന്നൂസ് മോനോട്ടിന് ഭയങ്കര കമ്പനിയായി കേട്ടോ. അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കുറേ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും ആമയൊക്കെ കണ്ടു കേട്ടോ. വലിയ ആമയൊക്കെ കണ്ടു. അതൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അത് വീഡിയോ എടുത്താലും അങ്ങനെ തെളിയൂല കേട്ടോ. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന മിച്ചറൊക്കെ ഇട്ട് കൊടുത്തു. ആ ചേട്ടൻ പറഞ്ഞ് മിച്ചർ ഇട്ട് കൊടുത്താൽ മീൻ ഒരുമിച്ച് വന്ന് കഴിക്കുന്നതാണ്. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന മിച്ചറെല്ലാം വാരി കൊടുത്ത് മീനുകളെയൊക്കെ കണ്ടു. പിന്നെ ഞാൻ അധികം വീഡിയോസ് എടുത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്കൂബ ഡൈവിങ്ങിന് പോയ വീഡിയോയുടെ അത്രയും ക്ലാരിറ്റി ഞാൻ ഈ എടുക്കുന്ന വീഡിയോസിന് വരില്ലല്ലോ. അതുകൊണ്ടിട്ടാണ് ഗ്ലാസ് ബോട്ടിൽ പോയ വീഡിയോസ് അധികം എടുക്കാറ്. നമ്മൾ സ്കൂബയിൽ പോയി കണ്ട അതേ കാര്യങ്ങൾ തന്നെയായിരുന്നു ഇതിലൂടെയും നമ്മൾ കണ്ടത്. പൊന്നൂസിനും മോനൂട്ടനും ബോട്ടിലിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന മുറുക്കും മിച്ചറും എല്ലാം കൂടി വാരിപ്പറക്കി എല്ലാവരും ഇടാൻ തുടങ്ങി കേട്ടോ. മീനിനെ ഒരു കൂട്ടമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പോട്ട് പുല്ലേ നമുക്കിതല്ലേ കാണാൻ വലുത്. അപ്പോൾ മോനുക്കുട്ടൻ പറയുന്നുണ്ട് അമ്മ മിച്ചർ തീരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോനെ, തീർന്നാലോ അമ്മച്ചി വേറെ വാങ്ങിച്ചു തരാന്നേ. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോഴത്തേക്ക് കൽപ്പിറ്റി വന്നു. സത്യം പറഞ്ഞാൽ ദൂരേന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ആൾതാമസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക്, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുകയും അറിയുകയും ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോഴും ഒരുപാട് പേര് അറിയാത്തവരും കാണാത്തവരുമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതേ അവിടെ ബോട്ട് അടുപ്പിച്ചു. തറയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ എന്താ പറയുക, ഈ നമ്മുടെ ഈ ശംഖു പോലത്തെ കല്ലാണ് കേട്ടോ. നല്ല കൂർത്ത കല്ലാണ്. അത് നമുക്ക് കാണാൻ പറ്റും. ഇറങ്ങി നിൽക്കാൻ പറ്റും. കൽപ്പിറ്റി എന്ന് പറയുന്ന ദ്വീപാണ്. ചെരുപ്പിട്ട് ഇറങ്ങാം കേട്ടോ. അത് ഭയങ്കര നീന്തലായിരുന്നു ഫ്രണ്ട്സ്. സൗണ്ട് കേട്ടോ ഓടിപ്പോയി. ആമയെ കണ്ടോ കേട്ടോ നമ്മള്. അത്ത അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ മുട്ട മുട്ട മുട്ടാണ്. ഇതാണ് കൊല്ലം ഷാഫി. ഇതിപ്പോ ആൾതാമസം ഒന്നുമില്ല. ഇവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തെങ്ങ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയാണ് നമ്മൾ ലാൻഡ് ചെയ്യുന്നത് വിമാനം. അകറ്റി അല്ല, ഇവിടെ ലാൻഡ് ചെയ്യുന്ന പ്രശ്നമുള്ളതുകൊണ്ട് ഇവിടെ തെങ്ങുകളൊക്കെ മുറിച്ചു. മോനുക്കുട്ടാ കേറി വാ, കാല് വേദന എടുക്കും. പക്ഷേ വെയിലില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നൂന്ന് നോക്കാൻ പറ്റുന്നത്. വെയിലില്ല ഉണ്ടെങ്കിൽ അതെ ഈ സമയം തന്നെ നല്ലത്. അടിപൊളി സ്ഥലം. ഞാൻ ഇത് എടുത്തു നോക്കിയപ്പം ഇതിനകത്ത് തൊട്ട് നോക്കണ്ട, കളയി ജീവനുണ്ട്. ഇച്ചി ബാ മോനുക്കുട്ടാ വന്നേ. ഇതുകൊണ്ട് നമുക്ക് അവിടെ വേറെ സ്ഥലം നോക്കാം. ചിരിക്കാൻ തിരിക്കുന്നുണ്ട് ഈ പൊടി. ആക്ഷൻ കാണി. ഇവിടെ ഏറ്റവും കൂടുതലുള്ള പാറയാണ് കേട്ടോ. എവിടെ പാറ? അവിടെ ഇത് പാറയാണോ? ആണ്. ഈ സ്ഥലത്ത് ഏറ്റവും കൂടുതലുള്ള കല്ലുകളാണ് കേട്ടോ. അവിടൊക്കെ നിറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ വെള്ളം താന്നതാണ്. കണ്ടോ? ഇവിടെയുള്ള തിരുമാലകൾ വലിയ തിരുമാലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ആ കല്ലിന്റെ മണ്ടയിലോട്ട് പോവാം.
മരത്തിൽ കയറണ്ട. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾ 3 പേര് നിൽക്കുന്ന ഫോട്ടോ എടുത്തരാം. ഒരു മരമാണ് കേട്ടോ പൊന്നൂസേ താഴെ ഇറങ്ങും മോളെ. ഫോട്ടോ എടുക്കാനാ? അങ്ങനെ അപ്പൊ മുത്തുമണീസ് നമ്മളിപ്പോ കൽപ്പറ്റയിലല്ലേ? കൽപ്പിറ്റി ശരിയായിട്ട് പറയണമല്ലോ, ഇല്ലെങ്കിൽ കമന്റ് ബോക്സിൽ എന്നെ ഒന്ന് കൊന്നുകളെ. അപ്പൊ എന്തായാലും 3 ദിവസം അടിച്ച് പൊളിച്ചു കൊള്ളായിരുന്നു. പിന്നെ തലവേദനയൊക്കെ ഭയങ്കര വേദന. പിന്നെ അതുപോലെ കണ്ടില്ലേ മുഖമൊക്കെ വെയിലടിച്ച് കടലിൽ കടന്ന് ഈ പരുവായി. പിന്നെ അതുപോലെ അല്ലേലും അങ്ങനെയാണ്, എനിക്ക് പൊന്നൂസിനും അങ്ങനെ കടൽ വെള്ളം ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെയാവും. പിന്നെ അതുപോലെ നമ്മൾ വീഗാലാൻഡിലൊക്കെ പോയിട്ട് വരുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെ മുഖം. ഇനി ഒരാഴ്ച കഴിയണം ഒന്ന് മാറി വരാനായിട്ട്. ശബ്ദം കുറച്ച് പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ സ്കൂബ ചെയ്യാൻ പോയപ്പം ചെവിയിൽ പ്രഷർ കയറിയിട്ട് വേദനയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പം നാളെ 10:45 ഫ്ലൈറ്റിന് നമ്മൾ ലക്ഷദ്വീപിനോട് ടാറ്റ പറഞ്ഞു പോകും. അപ്പം അപ്ലോഡ് ചെയ്യുമ്പോൾ സമയം ഒരുപാട് വീട്ടിലൊക്കെ പോയി അസുഖമൊക്കെ മാറിയിട്ടൊക്കെ ചെയ്യൂ. ഇൻഷാല്ല എന്തായാലും ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. സൂപ്പർ സ്ഥലം, അതെ, ഇനി നല്ല മനുഷ്യര്, ഷാഫിയെ പോലെയുള്ള ഒരുപാട് നല്ല മനുഷ്യരുള്ള. ഞങ്ങൾക്ക് 3 നേരം ചോറും തന്ന് പാത്രങ്ങളും കഴുകി, കറിയില്ലെങ്കിൽ കറി എടുത്തോണ്ട് വരും, ചോറില്ലെങ്കിൽ ചോറെടുത്തോണ്ട് വരും. ഓട്ടമായിരുന്നു അവൻ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം എന്തോ ചോദിച്ചാലും അവന് പരാതിയൊന്നുമില്ല. എനിക്കറിയില്ല, എനിക്കറിയില്ല, ഇതേ ഉള്ളു. എന്ത് ചോദിച്ചാലും അവൻ അറിയില്ല. എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തേ, ഒരു ഹായ് കൊടുത്തേ. ഈ നമ്മൾ പറയുന്നത് ശുദ്ധമാവുന്നതൊക്കെ അതുപോലെ എന്ത് ചോദിച്ചാലും എനിക്കറിയില്ല, ഇങ്ങനെയുള്ളൊരു പാവം. എന്തായാലും ഇവിടെ ഉള്ള എല്ലാവർക്കും ഭയങ്കര പ്യുവർ ഹാർട്ടാണ്. മനുഷ്യരെല്ലാവരും പാവങ്ങളാട്ടോ. നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് ഭയങ്കര ഗമയും ജാടയൊക്കെ ഉള്ളവർ, ചിരിച്ചാലും ചിലപ്പോൾ ചിരിക്കാത്തവർ. ഇതങ്ങനൊന്നും അല്ല കേട്ടോ, ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ് ലക്ഷദ്വീപിലെ. ഇൻഷാല്ല ഇനിയും നമ്മുടെ അത്തായ അമ്മ എല്ലാവരുമായിട്ട് ഒരു ദിവസം വരണം, ഇല്ല അണ്ണേ? അപ്പം ഈ വ്ളോഗ് ഒരുപാട് ലോങ് ആക്കിക്കൊണ്ട് പോകുന്നില്ല. ഇന്ന് നമ്മൾ റൂമിലൊക്കെ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി നാളെ ഡ്രസ്സും കാര്യമൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കണ്ട സ്ഥലങ്ങൾ വ്ളോഗിലൂടെ നിങ്ങളെയും കാണിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു ഓർമ്മയായിട്ട് കാലാകാലം കിടക്കും നമ്മളിവിടെ വന്നത്. അതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ടൊരു വലിയ ഇതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ലക്ഷദ്വീപിൽ വരാത്തവരൊക്കെ ഒന്ന് വരണം കേട്ടോ, നല്ല കാഴ്ചയാണ്. Bye.